എനിക്ക് അവിടെ സാറ് വേണ്ട എല്ലാ കാര്യങ്ങളും കൊച്ചിൻ എയർപോർട്ടിൽ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാറ് വിളിച്ച് അറേഞ്ച് ചെയ്തു തന്നു. NPC എയർലൈൻസിൽ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ പിന്നെ അവിടെ ടിസൻ തച്ചങ്കരി എന്ന് പറഞ്ഞൊരു സാറായിരുന്നേ. നിങ്ങൾക്കറിയില്ലേ ടോമിൻ തച്ചങ്കരിനെ അറിയായിരിക്കില്ലേ? 1987 നമ്മുടെ ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ ടിസൻ തച്ചങ്കരി. സെലക്ഷനായ ആ ബാച്ചിൽ സെലക്ഷനായ ആളാണ്. അദ്ദേഹം നല്ലൊരു സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് ടിസൻ തച്ചങ്കരി. ടോമിൻ തച്ചങ്കരിയുടെ ചേട്ടനാണ് ടിസൻ തച്ചങ്കരി. അപ്പോൾ അദ്ദേഹമായിരുന്നു അവിടെ NPC എയർലൈൻസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നിട്ടില്ല, ഡൊമസ്റ്റിക് എയർപോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ NPC എയർലൈൻസ് അങ്ങനെ പിന്നെ അവിടെയൊക്കെ മിക്കവാറും നേവിയുടെ പിന്നെ പ്രൈവറ്റ് ഫ്ലൈറ്റുകളാണ് മിക്കവാറും വന്നുകൊണ്ടിരുന്നത്. അവിടെ അടുത്ത് തന്നെയാണ് നേവിയുടെ പിന്നെ എപ്പോഴും നേവിയുടെ ഓരോ ഫ്ലൈറ്റുകളാണ് എപ്പോഴും തന്നെ അവിടെയാണ്. അപ്പം ഞാൻ NPC എയർലൈൻസിൽ ജോയിൻ ചെയ്ത് അവിടെ രസം തന്നെയായിരുന്നു, സന്തോഷമായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ യൂണിഫോം മാത്രമായിരുന്നു, വേറെ എല്ലാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ അതിന് മുമ്പാടെ ഒരു സംഭവം ഉണ്ടായിരുന്നേ. ഞാൻ കോഴിക്കോടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സ്വപ്നം പിന്നെ പുറത്തേക്ക് പോവുക, കുറേ പൈസ ഉണ്ടാക്കുക, എൻ്റെ ഫാദറിന് കൊടുക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു സ്വപ്നം. അപ്പോൾ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓടുകയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോ ദിവസം എന്ന പോലെ രാവിലെ എണീറ്റിട്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ മിയാർട്സ് ലോഞ്ചിൽ വരുന്ന ഓരോ പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെ എനിക്കൊരു പുറത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്, എനിക്കൊരു വിസ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കും. അങ്ങനെ എല്ലാവരും ചോദിക്കുമെങ്കിൽ ആരും അന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു വിസിറ്റിംഗ് കാർഡൊന്നും ഇല്ല. അന്ന് ഞാനൊരു പേപ്പറിൽ എൻ്റെ ഫോൺ നമ്പർ, ഹോസ്റ്റലിലെ ഫോൺ നമ്പറും പേരും ഒക്കെ എഴുതിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ആരും വിളിച്ചതൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു ദിവസം പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തുണ്ട് എനിക്ക് ഒരു കോള് വന്നു. മാം എൻ്റെ മാഡം എന്നോട് പറഞ്ഞു, 2 പിള്ളേർ വരുന്നുണ്ട്, തീരെ സുഖമില്ലാണ്ട്, പൈലറ്റ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞതാ, അവരെന്ന് ടേക്ക് കെയർ ചെയ്യണം, അവരെ മിയാർട്സ് ലോഞ്ചിൽ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ മാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ വോമിറ്റിംഗ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള 2 ട്വിൻസ് പിള്ളേരാണ്, ക്യൂട്ടായിട്ടുള്ള 2 പിള്ളേർ വന്നു. അവരുടെ കൂടെ അവരുടെ ഫാദറും മദറും ഉണ്ട്. അങ്ങനെ അവരെ ഞാൻ മിയാർട്സ് ലോഞ്ചിൽ കൊണ്ടിരുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ പറ്റിയതാ പിള്ളേർക്കെന്ന് ചോദിച്ചു. പറഞ്ഞു എന്തോ ഫുഡ് ഇൻഫെക്ഷനോ എന്താണ്, ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതിൻ്റെ എന്തോ ആയെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ ഫുഡ് ഇൻഫെക്ഷനുള്ള ഒരു മരുന്ന് നമ്മളവിടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊന്നും പെട്ടെന്ന് പിടിക്കില്ല, പാക്കറ്റ് ഫുഡല്ലേ. എന്നിട്ട് പിന്നെ അതെല്ലാം കൊടുത്തു, പിന്നെ നാരങ്ങ വെള്ളം എല്ലാം കൊടുത്തു, പിന്നെ ഗ്ലൂക്കോസ് വെള്ളം എല്ലാം കൊടുത്തു. അങ്ങനെ കുട്ടികൾ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കുട്ടികൾ ഓക്കെ ആയി. അവരുടെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്ത് അങ്ങനെയെല്ലാം ചെയ്തു. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവരെ ഇത്തയും ഇക്കയും 2 മുസ്ലിംസ് ആയിരുന്നു. അപ്പോൾ ഇക്കൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്തൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, എനിക്കിങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ ഭയങ്കര, എന്നോട് ചോദിച്ചു അപ്പോൾ എവിടെ വീടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ണൂരാണ് വീടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ സംസാരിച്ചു തന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, എനിക്ക് പുറത്തേക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കിങ്ങനെ ജോലിയൊക്കെ എടുക്കാനായിട്ട് പോകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. വിസ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡിനെ ഒന്ന് നോക്കി. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പക്ഷേങ്കിൽ വിസ ഇല്ല, പിന്നെ വിസിറ്റ് വിസയുണ്ട്. കാരണം ഞങ്ങൾ ആക്ട്രസിനെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്യിക്കുന്നൊക്കെ പരിപാടികൾ, ആ ഒരു വിസ ഒക്കെ, അതായത് പിന്നെ ഗ്രൂപ്പ് വിസയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ. അപ്പം അവർ ഓരോ കാര്യത്തിന് ഇവരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ വിസിറ്റ് വിസ വേണം നമുക്ക്, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വിസിറ്റ് വിസയോ, അപ്പം ജോലിയോ എന്ന് പറഞ്ഞു. നമുക്കത് അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പുള്ളി എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, കസ്റ്റംസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം എന്നാലും വിസിറ്റ് വിസ ആണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ. അപ്പോൾ എൻ്റെ അഡ്രസ്സ് എല്ലാം വാങ്ങി അവർ പോയി. ഞാൻ എന്തായാലും ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പിന്നെ പോയി. അപ്പോൾ അതങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ലെറ്റർ വന്നു ഹോസ്റ്റലിലേക്ക്. പിന്നെ അപ്പോൾ അതിനകത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയ്ക്കകത്ത് പ്രിയാരാമനും വാണി വിശ്വനാഥും പിന്നെ ആനിയില്ലേ ആനി മേഡവും ഒക്കെയാണ് അതിനകത്തുണ്ടായത്. പിന്നെ ഒരു പാട്ടുകാരി ഉണ്ടായിരുന്നു അതിനകത്ത്, എനിക്ക് പാട്ടുകാരുടെ പേര് ഓർമ്മയില്ല. പിന്നെ ആ അങ്കിളും റസാക്ക് ബൈയും കൂടെയുള്ള ഒരു ഫോട്ടോ. എന്നിട്ട് എനിക്ക് ലെറ്റർ വന്നു. ആ ലെറ്ററിനകത്ത് ഇവരുടെ ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഗ്രൂപ്പ് വിസ ആ ഒരു പാട്ടുകാരിയും പിന്നെ ഇവരെല്ലാവരും വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു
അവർ ഓൾറെഡി ചെന്നു അവിടെ. അവർ ആ വിസയിൽ ഓൾറെഡി അവിടെ ചെന്നു, ആ ഗ്രൂപ്പ് വിസയിൽ അവൾ ഓൾറെഡി ചെന്നു. അപ്പം റസാഖ് ഭായിയുടെ കൂടെയുള്ളൊരു ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്യാം, എനിക്ക് അതിൻ്റെ വിസേൻ്റെ ആളെ ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഒരു വിസ എന്തായാലും അറേഞ്ച് ചെയ്യും. ഇവർ 10-25 പേരുടെ ഗ്രൂപ്പായിരുന്നു, അതിനകത്ത് 19 പേരെങ്ങാണ്ടേ പോയിട്ടുള്ളൂ, ബാക്കി അത്രയും വിസ മിച്ചമുണ്ട്, ഞാനൊന്ന് ചോദിച്ച് നോക്കട്ടെ, തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയല്ലോ, എറണാകുളത്തേക്ക് അല്ല, അപ്പം അതോടുകൂടി തന്നെ അപ്പം തന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് വേറൊരു ദിവസം. അപ്പം ഞാനിങ്ങനെ ലെറ്റർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പക്ഷേ NEPC എയർലൈൻസിൽ ചെന്നതിന് ശേഷമാണ് എനിക്ക് ഇവരുടെ ലെറ്റർ കിട്ടുന്നത്. ഓക്കെ, അതിനു മുമ്പാട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബാക്ക് ഓഫീസിൽ നിന്ന് കൗണ്ടറിലേക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കൗണ്ടറിൽ ഒരു ദിവസം ഞാൻ ഇരുന്നിട്ട് ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ എല്ലാവരും, അന്നൊക്കെ എന്ന് വെച്ചാൽ അധികം തിരക്കൊന്നുമില്ല, ഡൊമസ്റ്റിക് എയർലൈൻ മാത്രമേ ഉള്ളൂ, ഇൻ്റർനാഷണൽ എയർലൈൻ അവിടെ കാലിക്കറ്റ് ഇല്ലല്ലോ. അപ്പം ഡൊമസ്റ്റിക് ജേർണി ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ വരുന്നത്. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നല്ല കറക്റ്റ് ക്യൂവിലൊക്കെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്, ഒരാൾ ക്യൂവിൽ നിന്ന് കുറച്ചിങ്ങോട്ടേക്ക് മാറിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തരുടെയും ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തിട്ട് അടുത്ത ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് എനിക്ക് കാണാം ഇയാൾ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി നിന്ന് നോക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു വായി നോക്കി ആണല്ലോ അയാൾ എന്ന് വിചാരിച്ചിട്ട് അയാളുടെ ടേൺ എത്തുന്നോടം വരെ അയാൾ ഇങ്ങനെ എന്നെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയെങ്കിലും നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് ഇറിറ്റേഷൻ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ എല്ലാവരും നല്ല പൊളൈറ്റായിട്ട് എല്ലാവരോടും പെരുമാറിക്കോണം എന്നാണ്. അങ്ങനെ പുള്ളി ടേണെത്തി, ഞാൻ പുള്ളിയുടെ നിന്ന് ടിക്കറ്റ് വാങ്ങി ഞാൻ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിൽ പിന്നെ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അഡ്മിനിലുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റ് പ്ലീസ് കോൺടാക്ട് മീ ഓൺ ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് എനിക്ക് വെച്ച് തന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ കാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ വെച്ചു, എൻ്റെ ടേബിളിൽ വെച്ചു. അതിനുശേഷം ഞാൻ ബോർഡിംഗ് പാസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഗോ ദിസ് വേ, ദർ ഇസ് എ സെക്യൂരിറ്റി ഹാൾ, ഗോ ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളീൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുത്തിട്ട് നിന്നു. ബാക്കി എൻ്റെ ക്യൂവിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഞാൻ ബോർഡിംഗ് പാസ് എല്ലാം ഇഷ്യൂ ചെയ്ത് അപ്പോൾ അവസാനം ഞാൻ കൗണ്ടർ ക്ലോസ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോൾ ഈ കാർഡ് കണ്ടപ്പം ഞാൻ എന്ത് ചെയ്തു, ആ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ നോക്കി, വായി നോക്കിയിട്ട് ഒരു കാർഡ് എന്ന് പറഞ്ഞിട്ട് ആ കാർഡ് അങ്ങോട്ട് വലിച്ചു കീറിയിട്ട് ഞാൻ വേസ്റ്റിലിട്ടു. അതിനുശേഷം പിന്നെ എനിക്കന്ന് റൺവേയിലൊന്നും പോകണ്ടായിരുന്നു, കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കന്ന് വേറെ ഡ്യൂട്ടി ഇല്ലായിരുന്നു. അങ്ങനെ അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. ഓക്കെ, നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യാതെ നമുക്ക് ചാൻസുകൾ കിട്ടില്ല. ഞാൻ മക്കളോട് പറയലുണ്ട്, നമ്മളുടെ ആവശ്യം എന്താണോ അത് നമ്മൾ ബാക്കിയുള്ളവരോട് ഇൻഫോം ചെയ്യണം. ഈവൻ നിങ്ങളുടെ പേരൻസിനോടാണെങ്കിലും നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാ തുറന്ന് സംസാരിക്കണം, അല്ലേ? നിങ്ങൾ വാ തുറക്കുന്നില്ലേ ഇപ്പം കുട്ടികളെ? അപ്പം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണേലും നിങ്ങൾ പിന്നെ അത് സ്ട്രെസ്സാണ് എന്ന് വിചാരിക്കരുത്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഏതൊരു നല്ല കാര്യമാണെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വാ തുറക്കാൻ പറ്റണം, എന്താണെങ്കിലും ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സ് പല കാര്യങ്ങളും പറയും. എനിക്ക് നിൻ്റെ കൂടെ വരാൻ നാണക്കേടാണ്, അല്ലെങ്കിൽ നീ എന്താ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ച് നടക്കുന്നത്, നിനക്ക് നാണമില്ലേ, പിന്നെ അങ്ങനെയൊക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഓരോ സാഹചര്യത്തിലും മനസ്സിലാക്കണം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റാത്തവരെ നമ്മൾ ഒരിക്കലും കൂടെ കൂട്ടരുത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ പിന്നെയും ഊന്നി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് നിങ്ങൾ കുറേ അധികം നിങ്ങൾ വഷളായി പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണോ, നമ്മൾ സഹവസിക്കുന്ന ആൾക്കാർ നല്ലവരാണോ, നമ്മൾ നല്ല ആൾക്കാരുമായിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും നമ്മളുടെ സ്വഭാവം. ഓക്കെ,
അപ്പം നല്ല ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലേ, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ നിങ്ങൾ നടന്നോ? ടീച്ചറിന് ഒരാളും ഉണ്ടായിരുന്നില്ല അവസാനം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന അവളെ ഞാൻ കൂട്ടാണ്ടായി. അവൾ നാണക്കേടാന്ന് പറഞ്ഞ് ആ സ്പോട്ട് ഞാൻ പിന്നീട് അവളെ കൂട്ടിയിട്ടില്ല. നീ വരണ്ടാന്ന് ഒരു ദിവസം വരാൻ വേണ്ടി തുടങ്ങി ഞാൻ പറഞ്ഞു നീ വരണ്ട. കാരണം അങ്ങനെ ഒരാളെ കൊണ്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ വേണം. നമ്മൾ ഓരോ സാഹചര്യത്തിലും നമ്മൾ ഫ്രണ്ട്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും കൂട്ടരുത് കൂട്ടത്തിൽ. അവരോടൊരു ഹായ് ബായ് ആ ഒരു ബന്ധം മതി. മനസ്സിലാകും. അവരോട് കൂട്ടുപിണങ്ങണമെന്നോ അവരിൽ നിന്നും അകന്ന് മാറി നിൽക്കണമെന്നൊന്നും അല്ല ടീച്ചർ ഉദ്ദേശിക്കുന്നത്. ഒരു ഹൈ ബൈ ബന്ധം അത്രേ വെക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ അപ്പം NPC എയർലൈൻസിൽ എറണാകുളത്ത് ചെന്നല്ലോ. ഓക്കെ, അവിടെ ചെന്ന് ഒരു മാസം കുറച്ച് 2-3 ആഴ്ചയും കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ റസാഖ് ബായിയുടെ ദുബായിൽ നിന്നുള്ള അവരുടെ ഒരു ലെറ്റർ വന്നു. ആ ലെറ്ററിനകത്ത് ആക്ട്രസിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ തന്നു. അപ്പോൾ അന്ന് മുതൽ ആ ഫോട്ടോ എൻ്റെ ബാഗിൽ വെച്ച് ഞാൻ നടക്കുക കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആക്ട്രസിനെ കാണാതിരിക്കില്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ എറണാകുളത്ത് നിന്ന് വരലുണ്ട്. കുറേ ആൾക്കാരെ കണ്ടു ഞാൻ. പിന്നെ പാർവതി ജയറാം അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു. അങ്ങനെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ബാഗിൽ എല്ലാ ദിവസവും ബാഗിൽ ഇത് ഞാൻ വെച്ച് നടക്കുക. ഞാൻ എന്തിനാണ് വെച്ച് നടക്കുന്നത്? ഈ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? പിന്നെ പ്രിയാരാമൻ, വാണി വിശ്വനാഥ്, പിന്നെ എന്താപ്പാ വാണി വിശ്വനാഥും പിന്നെ ആനി മാമേ ആനി മാമും ഇവരെല്ലാം. അപ്പോൾ ഇവരെ എപ്പോഴേലും ഞാൻ കാണുവാണെങ്കിൽ എനിക്ക് എന്താ ഇവരോട് ചോദിക്കണ്ടേ? ഈ മനുഷ്യൻ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ചോദിക്കണ്ടേ? ഇദ്ദേഹം എങ്ങനെയുണ്ട്, നല്ല ആളാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോയും കൈവച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ നടന്ന് പിന്നെ ഒരു ദിവസമുണ്ട് ഞാൻ പ്രിയാരാമനെ കാണുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ബോഡി മാസൊക്കെ ഇഷ്യൂ ചെയ്ത് മാമിനെ കൊടുത്തിട്ട് ഞാൻ അപ്പം എന്ത് ചെയ്തു, അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മാമിനെയും കൊണ്ട് മിയാഡ്സ് ലോഞ്ചിൽ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം മാം പറഞ്ഞു നോ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു മിയാഡ്സ് ലോഞ്ച്, ഇപ്പം സമയം അധികം ഇല്ലല്ലോ, സോ ഐ വിൽ ഗോ ടു സെക്യൂരിറ്റി ഹാൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മാമിൻ്റെ അടുത്ത് നിന്ന് വേഗം തന്നെ അവനോട് പറഞ്ഞിട്ട് പോർട്ടറോട് പറഞ്ഞിട്ട് മാമിൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് അങ്ങോട്ട് അകത്തോട്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. മാമിനെ അങ്ങനെ ഇതാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം ടിക്കറ്റൊക്കെ വേഗം വിഷ് ചെയ്തു. കാരണം എനിക്ക് ഇവരോട് ചോദിക്കണ്ടേ പോയിട്ട്, കൗണ്ടറിൽ നിന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ വേഗം കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഓടി സെക്യൂരിറ്റി ഹാളിലെത്തി. എത്തിയിട്ട് ഞാൻ മാമിനോട് ചോദിച്ചു യെസ് മാം ഹൗ ആർ യു മാം? യെസ് ഡാലിയ ഹൗ ആർ യു? ഐ എം ഓൾസോ ഫൈൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ആദ്യം ഓടിപ്പോയി ഞാൻ ബാഗിനകത്തുനിന്ന് എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു മാം ഇവരെ അറിയുമോ മാം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അറിയാം, ഇത് റസാഖ് സാറല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. എന്തായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇദ്ദേഹം എങ്ങനെയുണ്ട്, നല്ലതാണോ? കുഴപ്പമില്ല, നല്ല ആളായിരുന്നു. ഞങ്ങൾ പിന്നെ എനിക്കങ്ങനെ പേഴ്സണലി വലിയ ബന്ധങ്ങളൊന്നുമില്ല. അവർ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വിസയൊക്കെ റെഡിയാക്കി തന്ന് ഞങ്ങളെ അറേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് പുള്ളിയായിരുന്നു. ഹീസ് എ നൈസ് ഫെലോ എന്ന് പറഞ്ഞു. എനിക്ക് സമാധാനമായി. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ താങ്ക് യു മാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം എനിക്ക് ഒരു വിസ ആക്ട്രസിൻ്റെ നിങ്ങളുടെ ഗ്രൂപ്പ് വിസ തരുമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഇവർ 15 days എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാം. 15 days കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നു. അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ അതിനകത്ത് വിസ മിച്ചം ഉണ്ടാവും. കാരണം ഞങ്ങൾ ആദ്യം 10-25 പേരായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഞങ്ങൾ 19 പേരുണ്ടായിരുന്നു. ഉണ്ടാവും വിസ മേ ബി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഒരു വിസക്ക് വാലിഡിറ്റി 3 മാസത്തിനുള്ളിൽ നമ്മൾ വിസ അടിച്ചാൽ മതി. 3 മാസമുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അതിനുശേഷം പിന്നെ പുള്ളിയുടെ ലെറ്റർ വന്നു, ഞാൻ വിസ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കൊരു വിസ അയച്ചു തന്നു. വിസയ്ക്കകത്ത് പിന്നെ ആക്ട്രസ് എന്നാണ് എഴുതിയിരുന്നത്. അപ്പം എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്താ വെച്ചാൽ പിന്നെ വിസിറ്റ് വിസയല്ലേ, ജോബ് വിസയൊന്നും അല്ലല്ലോ, അവിടെ പോയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ടോമിച്ചാൻ എന്ന് പറഞ്ഞ ഉള്ളത്, പുള്ളി അജ്മാനിലോ ഷാർജയിലോ മറ്റോ, ഇവർ ദുബായിലാണ്. അപ്പോൾ അത് കുറേ ദൂരമൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ വിസിറ്റ് വിസ, ജോബ് വിസ ആയിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകുമായിരുന്നു. ഇത് വിസിറ്റ് വിസ ഒരു കൺഫേം ഒന്നും അല്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഓഫീസിൽ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പോകുന്നുണ്ടായിരുന്നു, 3 month വിസയാണെന്ന് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു ഓക്കെ നീ ലീവ് എടുത്തോ 3 month, നീ റിസൈൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, റിസൈൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്യാതെ എന്നിട്ട് ജോബ് കിട്ടുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, ബൈ മെയിലോ അല്ലെങ്കിൽ ബൈ നീ എങ്ങനെയല്ലോ ഒക്കെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല ബൈ പോസ്റ്റ് അങ്ങനെ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് മെയിലൊക്കെ ജസ്റ്റ് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. എനിക്കങ്ങനെ മെയിൽ അയക്കാമെന്നല്ല. അപ്പം എന്തായാലും ലെറ്റർ അയക്കാമെന്നുള്ള രീതിയിൽ ഞാനും പോയി.
അങ്ങനെ അവിടെ ചെന്നു. അവരുടെ ദുബായിലായിരുന്നു, കരാമ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം കരാമയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ 2 ഇത്താത്തമാരുണ്ടായിരുന്നു. അങ്ങനെ ഇത്താത്ത എന്നെ ഭയങ്കര സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർ നല്ല മീൻകറിയൊക്കെ വെച്ച് തന്ന്. അങ്ങനെ ഒരു മാസത്തോളം അവിടെ നിന്നു. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമായിരുന്നു, പക്ഷെ ഒന്നും ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡെനാറ്റ എന്ന് പറഞ്ഞ ഒരു ദുബായിലെ ഒരു എയർലൈൻസിൻ്റെ ഒക്കെ ഒരു ഇതാണ് ഡെനാറ്റ. ഡെനാറ്റയിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് പുള്ളി അറേഞ്ച് ചെയ്തു തന്നു. അവിടെ ഡെനാറ്റയിൽ പോയി ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എനിക്കതൊന്നും സോൾവ് ചെയ്യാൻ പ്രോപ്പറായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ എന്നിട്ട് എന്നോട് പറഞ്ഞു, വി വിൽ ഇൻഫോം യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അവർ ഇൻഫോം ചെയ്തൊന്നുമില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പം 3 മാസം ആകുമ്പോൾ എനിക്ക് വിസ വാലിഡിറ്റി കഴിയുമല്ലോ, ഞാൻ തിരിച്ചു വരണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ അവർ എവിടെയോ വെക്കേഷൻ എന്തോ പോകുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഒരു ദിവസം ബ്രദർ എന്നെ വന്ന് കൂട്ടി. ഞാൻ പറഞ്ഞു ടോമിച്ചാൻ്റെ അടുത്ത് ചെന്നു. പിന്നെ അതിനുശേഷം ടോമിച്ചാൻ്റെ അവിടെ നിന്ന് പിന്നെ അന്ന് ഒരു ദിവസം ഞാൻ അവിടെ നിന്നുള്ളൂ. കാരണം ലൗലി ചേച്ചി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഫാമിലി ഉണ്ടായിരുന്നില്ല, ചേട്ടായി തന്നെ ഉണ്ടായിരുന്നു. ചേട്ടായി രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നെ കൊണ്ട് പോകാനൊന്നും ഉള്ള ഒരു സമയവും സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഈ ഡെനാറ്റ എനിക്ക് കിട്ടും എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അവർ വിസ അയക്കാം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാം. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞിട്ടായി എനിക്ക് ആക്ച്വലി എന്ത് കിട്ടിയേ, പിന്നെ ഡെനാറ്റയിലുള്ള ഇൻ്റർവ്യൂവിന് തന്നെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പെൻസ് നടക്കണ്ടേ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഡോളി ചേച്ചി എനിക്ക് വേണ്ട എല്ലാ പൈസയും അയച്ചു തന്നു അവിടുന്ന്. ചേച്ചി അന്ന് സൗദി അറേബ്യയിലായിരുന്നേ. ചേച്ചി സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് എല്ലാ പൈസ എല്ലാം അയച്ചു തന്നതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. താങ്ക് യു സോ മച്ച് ചേച്ചി. എനിക്ക് എപ്പോഴും ഞാനത് ഓർക്കും. അങ്ങനെ ചേച്ചി എനിക്ക് പൈസയൊക്കെ അയച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ദുബായിക്ക് പോകാൻ നിന്നില്ല. ഷാർജയിൽ തന്നെ ഒരു ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നേ. അപ്പോൾ ആൻറ്റിയുടെ അവരുടെ ഒരു റൂം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അവിടെ റെൻറ്റിന് നിന്ന് ആ സമയത്താണ് എനിക്ക് എന്ത് കിട്ടിയ, ഡെനാറ്റയിലുള്ള ഇൻ്റർവ്യൂ കിട്ടിയ. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം വിസ തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 മാസത്തോളം ഞാൻ അവിടുത്തെ എക്സ്പെൻസൊക്കെ എൻ്റെ ചേച്ചിയാണ് മീറ്റ് ചെയ്തത്. അതിന് ഞാൻ അവിടുന്ന് നോക്കുമ്പം തിരിച്ച് നാട്ടിലേക്ക് ഞാൻ വന്നു. കാരണം എന്താ വെച്ചാൽ അവർ വിസ അയച്ചു തരാമെന്നല്ലേ പറഞ്ഞേ. അപ്പം വിസിറ്റ് വിസ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡേറ്റ് തീരുന്നതിന് മുമ്പാടെ എനിക്ക് തിരിച്ച് വരേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു കേട്ടോ. തിരിച്ച് ഞാൻ NABC എയർലൈൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ ലെറ്ററൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലെറ്റർ ഒന്നും വന്നില്ല. ഡെനാത്തേന്ന് ലെറ്റർ ഒന്നും വന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഞാനിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുവാണേ. ഇരിക്കുന്ന സമയത്തുണ്ട് എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എൻ്റെ ചേച്ചീനോട് പറഞ്ഞു, ഡാലിമോൾക്ക് നന്നായിട്ട് ഹിന്ദിയൊക്കെ അറിയാലോ, അവളോട് പറ, പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്, നല്ല സാലറി ഒക്കെ ഉണ്ട്, അവൾ വരുവാണെങ്കിൽ വരട്ടെ, നല്ലതാ എന്ന് പറഞ്ഞു. അപ്പം ഗ്രേസ് ചേച്ചി എന്നാ ചേച്ചിയുടെ പേര്. ചേച്ചി എന്നിട്ട് വിളിച്ച് എൻ്റെ ചേച്ചീനോട് പറഞ്ഞു, എൻ്റെ മൂത്ത ചേച്ചീനോട് പറഞ്ഞു, ടോളി ചേച്ചി അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, മോള് പോകുന്നുണ്ടെങ്കിൽ പിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം വിസിറ്റ് വിസയിൽ പോയതിൻ്റെ പക്ഷേ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ദുബായിൽ പോയതും ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് ജേണി ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അപ്പോൾ ഇതിപ്പം പെർമനൻറ്റ് വിസയാണല്ലോ, ജോബ് വിസയാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എനിക്കിങ്ങനെ ജോബ് വിസ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ചേച്ചി തന്ന നമ്പർ അവിടെ ഏതൊരു ഹോട്ടൽ, പാരാമൗണ്ട് ഹോട്ടലോ എനിക്ക് ഓർമ്മയില്ല, ഏതൊരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ എന്നാൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ ഒരു കൂട്ടുകാരിനെയും കൂട്ടി ഞാൻ ആ ഹോട്ടലിൽ പോയിട്ട് അവിടെ വെറുതെ കൗണ്ടറിൽ ചോദിച്ചു, ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു യെസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു നല്ലൊരു വിസ, അതായത് ജോബ് വിസ കിട്ടാൻ പോകുന്നു. വിസിറ്റ് വിസയിൽ പോയിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു പോകുന്നു. അത് നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് ഓരോ ദൈവത്തിൻ്റെ ഓരോ തീരുമാനങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെ. നമ്മൾ സ്വപ്നം കാണുന്നതിനെ നമ്മൾക്കൊരിക്കലും, നമ്മൾ ഒത്തിരി ഹൈ അംബീഷൻ, ഒത്തിരി ഹൈ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നടക്കാതിരിക്കില്ല. പിന്നെ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ സ്റ്റെപ്സ്
എടുക്കണം. ഞാൻ പറയില്ലേ, നമ്മൾക്ക് എന്ത് സ്വപ്നം ഉണ്ടായാലും ശരി, എന്ത് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കണം മക്കളെ. അതിന് നമ്മൾ വായും കൊണ്ട് ചോദിക്കേണ്ടതാണ് നമ്മൾ ചോദിക്കണം, നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ പിന്നെ ടീച്ചർ കണ്ടല്ലേ എല്ലാവരോടും ചോദിച്ചുകൊണ്ട് നടക്കുന്നത്, ഒരു നാണക്കേടും ഇല്ലാതെ. നാണം കെട്ടിട്ടാണേലും ഫ്രണ്ട്സ് പറയും നാണക്കേടാന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് പക്ഷേ വലിയ നാണക്കേടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ ഞാൻ പിന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് നല്ല കിട്ടും പിള്ളേർ, നല്ല അടിപൊളി, നല്ല മക്കളെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല എന്ത് രസമുണ്ടെന്നാണ് എല്ലാവരെയും കാണാൻ നല്ല രസമുള്ള കുട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുക. ഞാൻ എൻ്റെ ഫ്രണ്ടോട് പറഞ്ഞു, എടി എന്തോ അടി ഇത്, കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് അവിടെ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എനിക്ക് ഈ വിസ റെഡിയാണ്, എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്, എനിക്ക് ഒത്തിരി പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫാദറിന് കൊണ്ട് കൊടുക്കണം, നീ ഒന്ന് സഹായിക്കണേ എൻ്റെ തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ. അപ്പം ഓരോരുത്തർ പോന്നു, 10 മിനിറ്റ് കൊണ്ട് അവരെല്ലാം തിരിച്ചു വരുന്നു. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞേ, ഞാൻ ഇൻഫോം ചെയ്യാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ കുറേ പേര് ചോദിച്ചു എല്ലാവരോടും ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിടുവാണേ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ടേൺ എത്തി ഞാൻ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു നിമിഷം സ്തബ്ധയായിട്ട് നിന്നുപോയി. എന്ത് പറ്റിയേ എൻ്റെ മക്കളെ, അവിടെ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഒരാൾ എന്നോട് പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഒരു സെലക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നിനക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോണ്ടാക്ട് മീ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആ കാർഡ് എടുത്ത് കീറിക്കളഞ്ഞില്ലേ. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ എൻ്റെ സ്വപ്നം എൻ്റെ കയ്യിൽ വന്നിട്ട് അതിനെ ഞാൻ ബോധർ ചെയ്തില്ല. കാരണം എന്താ, അയാളൊരു നോക്കിയാണ് എന്നുള്ള ഒരു വിചാരത്തിൽ ഞാൻ അതെടുത്ത് കീറിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ചേർന്നിട്ട് ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഞാനിക്കാകെ പാടെ സങ്കടമായി. ഞാൻ എത്ര നാൾ കൂടി കാത്തിരുന്നിട്ട് ഞാൻ പിന്നെ വലിച്ചു കീറിക്കളഞ്ഞ ആ ഒരു കാർഡിൻ്റെ ഉടമ. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, പിന്നെ അതിന് അയാൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാൻ കീറിക്കളയുന്നേ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വിചാരിച്ചിട്ട്, ഹായ് സാർ, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അങ്ങനെ നോക്കി. അപ്പോൾ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെയായേ. അപ്പോൾ ഞാൻ സാർ ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓ ആണോ, എന്തോ ഞാൻ നിനക്ക് അന്നൊരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തേ അന്ന് വരാതിരുന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 3-4 മാസമായിട്ടുണ്ടാവേ. അന്നെന്താ വരാതിരുന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ പെട്ടെന്ന് എനിക്ക് അങ്ങ് തോന്നിച്ചു സാർ, അന്നപ്പം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു സാർ പുറത്തേക്ക് പോകാനെന്ന് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു നീ എൻ്റെ കാർഡ് എടുത്തിട്ട് കീറിക്കളയുന്നേന്നെ. ആ കീറിക്കളച്ചലുണ്ടല്ലോ, എന്നെ കീറാനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയാം, ഞാൻ കണ്ടായിരുന്നു ആ കാർഡ് എടുത്ത് നീ കീറിക്കളയുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ എനിക്കാകെ വിഷമായി. ഞാൻ എന്താ വിചാരിച്ചത്, അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല എന്നല്ലേ വിചാരിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു സോറി സാർ, അന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല സാർ എന്ന് പറഞ്ഞേ. ഐ എം സോറി സാർ എന്ന് പറഞ്ഞു. അപ്പം സാറ് പോയിട്ട് പുറത്തിരിക്കേ എന്ന് പറഞ്ഞു. അപ്പം ഞാനിക്ക് ആകെ വിഷമായി. എന്താ ചെയ്യുന്നത്, എനിക്ക് സങ്കടമായിട്ട് മേല, എനിക്ക് വിഷമമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചെന്ന് പറഞ്ഞു, എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അദ്ദേഹമാണ്. അപ്പോൾ അവൾ അയ്യോ എൻ്റെ ദൈവമേ ആണോ, പിന്നെ എന്തിനായിരിക്കും നമ്മളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ആർക്കറിയാം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങ് സങ്കടമായിട്ട് വിഷമമായിട്ട് ഞാനിങ്ങനെ അവിടെ ഇരുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. സമയം 23 മിനിറ്റായി. എന്നാൽ ശരി, ഓക്കെ, ബൈ മക്കളെ.